PSLV C-61 വിക്ഷേപണത്തിന് അപ്രതീക്ഷിത തിരിച്ചടി. ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. രണ്ടാം ഘട്ടം വരെ വിജയകരമായിരുന്ന റോക്കറ്റിന്റെ ചലനം മൂന്നാം ഘട്ടത്തിന്റെ അവസാന വേളയിൽ പരാജയപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നമുണ്ടായതിനാൽ ദൗത്യം ലക്ഷ്യം നേടാനായില്ലെന്ന് ISRO ചെയർമാൻ അറിയിച്ചു. ഇന്ന് രാവിലെ 5:59 വിക്ഷേപണം നടന്നത്. സ്ട്രാപ്പ് മോട്ടോറുകൾ വിഘടിക്കുന്നതും ഒന്നും രണ്ടും ഘട്ടങ്ങൾ വേർപെടുന്നതും വിജയകരമായി നടന്നു. റോക്കറ്റിന്റെ മൂന്നാം ഘട്ടത്തിന്റെ അവസാന ജ്വലനവേളയിൽ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നമുണ്ടായി ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. Up to the second stage, the performance was quite normal. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. സാങ്കേതിക തകരാർ സംബന്ധിച്ച വിശദ പരിശോധന തുടരുകയാണ്. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-9 സാറ്റലൈറ്റുമായാണ് PSLV C-61 പ്രയാണം ആരംഭിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ബഹിരാകാശ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നാലാം ഘട്ടത്തിന്റെ ഭ്രമണപഥം താഴ്ത്തുന്നതിനുള്ള ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്ററുകൾ ഉൾക്കൊള്ളുന്നതാണ് PSLV C-61 റോക്കറ്റ്. കാലാവധി കഴിയുമ്പോൾ ഭ്രമണപഥത്തിൽ നിന്നും താഴ്ത്തി നീക്കം ചെയ്യുന്നതിനുള്ള ഇന്ധനം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചായിരുന്നു EOS-9 സാറ്റലൈറ്റും തയ്യാറാക്കിയത്. സാങ്കേതിക പ്രശ്നം കൃത്യമായി കണ്ടെത്തി ദൗത്യം തുടരുമെന്നും ISRO ചെയർമാൻ അറിയിച്ചു. സയൻസ് ഡെസ്ക്, ജനം.